അൻവറിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് തുടരാൻ അർഹതയില്ലെന്നും സംസ്ഥാനത്ത് നിയമവാഴ്ച തകർന്നതായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. മരുമകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് എന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും കെ. സുരേന്ദ്രൻ കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം ആരോപണം തെറ്റാണെങ്കിൽ അൻവറിനെതിരെ കേസെടുക്കണമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, നിലവിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ, അൻവറിന്റെ ആരോപണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഈ PV അൻവറിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്? ലക്ഷ്മി, ഈ കെ. സുരേന്ദ്രൻ പ്രധാനമായും പറയുന്നത് ഈ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ നിയമസഭയിലല്ല പറഞ്ഞിരിക്കുന്നത്, അത് പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണം അപകീർത്തിപരമാണെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് PV അൻവറിനെതിരെ കേസെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രാജിവെച്ച് വേറെ വല്ല പണിക്കും പോകണമെന്നാണ് കെ. സുരേന്ദ്രൻ പറയുന്നത്. ഈ അതുമായി PV അൻവറിന്റെ ആരോപണത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കെ. സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ഈ മരുമകൻ, അതായത് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് BJP നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ അത് തന്നെ അൻവറും ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ തങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് അൻവറിന്റെ പ്രസ്താവനയും. അതുപോലെ തന്നെ ഈ തൃശ്ശൂരിൽ BJP ജയിച്ചത് പൂരം കളിച്ചിട്ടാണെന്ന ധാരണയിലാണ് LDF-ഉം UDF-ഉം ഒരുക്കുകയാണെങ്കിൽ ആ ഒരു മൂലസ്വർഗത്തിൽ അങ്ങനെ തന്നെ അവർ തുടരട്ടെ. 2026 കേരളത്തിന്റെ ഭരണം പിടിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് പറയുന്നത് കെ. സുരേന്ദ്രൻ പറയുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെ വിരുദ്ധമായിട്ടുള്ള വാക്കുകളാണ് കെ. സുരേന്ദ്രൻ പ്രതികരിച്ച് മുഖ്യമന്ത്രിക്ക് എല്ലാ ധാർമ്മികതയും സർക്കാർ ധാർമ്മികത മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, സർക്കാർ രാജിവെക്കാൻ തയ്യാറാവണം, മുഖ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് പുതിയ ജനവിധി തേടാൻ തയ്യാറാവണമെന്നാണ് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങൾക്ക് നിയമവാഴ്ച തകർന്നിരിക്കുന്നു. അത് തന്നെയാണ് PV ആരോപണങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ കത്തയച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്ന് സുരേന്ദ്രൻ പറയുന്നു. പിന്നെ എന്തിനാണ് ഇവിടെ ആഭ്യന്തരമന്ത്രി എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും സർക്കാരിനെതിരെ കടുത്ത പരാമർശങ്ങളാണ് കെ. സുരേന്ദ്രൻ ഉന്നയിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് തന്നെയാണ് സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നത്. ഈ അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെങ്കിൽ അൻവറിനെതിരെ അപകീർത്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കേസെടുക്കാൻ സർക്കാർ തയ്യാറാവണം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകണമെന്നാണ് കെ. സുരേന്ദ്രൻ പറയുന്നത്. ലക്ഷ്മി.